ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ഭാവരാമം പ്രപദ്യേ. ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണ മാസാചരണത്തിലെ 31-ാം ദിവസം. ഇന്ന് നമ്മുടെ സമർപ്പണ ദിവസം കൂടിയാണ്. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് അധ്യാത്മരാമായണം കഴിഞ്ഞ 30 ദിവസങ്ങളിലായി പാരായണവും ആ കഥാസന്ദർഭങ്ങളെ അനുസ്മരിച്ചുകൊണ്ടും കടന്നുപോയി, ഒരു തടസ്സവുമില്ലാതെ. ഇന്ന് ഈ സബര്യ ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്ന ദിവസമാണ്. ഇന്നലെ ഹനുമാൻ ഭരത സംവാദമാണ് സമർപ്പിച്ചത്. ഇന്ന് അയോധ്യ പ്രവേശം എന്ന ഭാഗത്തോടെ ആരംഭിച്ച് ഭഗവാന്റെ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത്. അയോധ്യ പ്രവേശം. അയോധ്യയിലേക്ക് പുഷ്പക വിമാനത്തിൽ തിരിച്ചെത്തുന്ന സ്വാമി അതിന് മുന്നോടിയായി ഹനുമാനെ ഭരതൻ്റെ അടുത്തേക്ക് അയച്ചു എന്ന് ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു. ഹനുമാൻ നന്ദിഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നു. ഭരതനെ കണ്ട് ഹനുമാൻ സ്വാമി അത്ഭുതപ്പെട്ടു. ഇങ്ങനെയും ഒരു സഹോദരനുണ്ടോ, ഒരു ഭക്തനുണ്ടോ? ഹനുമാൻ സ്വാമിയുടെ തല അറിയാതെ കുനിഞ്ഞുപോയി. ഹനുമാനിൽ നിന്ന് ശ്രീരാമ കഥകൾ കേട്ട് കോരിത്തരിച്ചു ഭരതൻ. ജടാവൽക്കലം ധരിച്ച് രാജകീയ സുഖങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് അയോധ്യയിൽ നിന്ന് വിട്ടുമാറി താപസവേഷത്തോടെ ജീവിക്കുന്ന ഭരതൻ. ശ്രീരാമസ്വാമി എങ്ങനെയാണോ കാട്ടിൽ വസിക്കുന്നത് അതേപോലെ ശ്രീരാമനാമം പാടിക്കൊണ്ട് രാമൻ്റെ പാതുകങ്ങളെ സാക്ഷിയായി രാജ്യം ഭരിക്കുന്ന ഭരതൻ എന്ന സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവം. ശ്രീരാമചന്ദ്രസ്വാമി തിരിച്ചു വരുന്നു. 14 വർഷത്തെ വനവാസത്തിന് ശേഷം തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി രാക്ഷസന്മാരെയെല്ലാം ഇല്ലാതാക്കി വരുന്നു രാമൻ എന്ന സത്യം തിരിച്ചറിഞ്ഞ് സന്തോഷം കൊണ്ട് പുളകിതനായി ഭരതൻ. അന്തഃപുരത്തിൽ കൈകേയിയുടെ മനസ്സും ശ്രീരാമനെ കാട്ടിലയച്ചത് കൊണ്ടുള്ള വിഷമം. എന്നാൽ ഭരതനെപ്പോലെ ഒരു പുത്രന് ജന്മം കൊടുത്തില്ലേ, അതാലോചിച്ചപ്പോൾ ആ മാതൃഹൃദയം അഭിമാനം കൊണ്ടു ആദിയോ വ്യാധിയോ ഒന്നും ഇല്ലാതായി. അതുപോലെ കൗസല്യാദേവിയും സുമിത്രയും ശ്രീരാമ സീതാലക്ഷ്മണന്മാർ എത്തുന്നു എന്ന് അറിഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ്. അയോധ്യ നഗരി ആ രാജകുമാരന്മാരുടെ വരവും കാത്തിരിക്കുന്നു. അതേസമയം തൻ്റെ ഭർത്താവിനെ 14 വർഷമായി കാണാതെയിരുന്ന ഊർമിള എന്ന കഥാപാത്രം രാമായണത്തിലെ മറ്റൊരു ഉജ്ജ്വല കഥാപാത്രം. അയോധ്യ ഭരതൻ്റെ നിർദ്ദേശപ്രകാരം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. അയോധ്യാവാസികൾ സന്തോഷത്തിലാണ്. രാമൻ തിരിച്ചു വരുന്നു എന്നറിഞ്ഞ് രാമനെ കാണാൻ അയോധ്യാവാസികൾ രാജവീതിയുടെ ഇരുവശങ്ങളിൽ നിലയുറപ്പിച്ചു. അതിരാജകീയമായ സ്വീകരണമാണ് ഭരതൻ ഒരുക്കിയിട്ടുള്ളത്. രാമൻ്റെ പാതുകങ്ങളെ ശിരസിൽ വെച്ച് രാമനാമങ്ങൾ ഉരുവിട്ട് സ്വാഗതം പറഞ്ഞ് ഭരതൻ നടക്കുമ്പോൾ ദൂരെ നിന്ന് പുഷ്പക വിമാനം കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഉറക്കെ പറയാൻ തുടങ്ങി, സീതാപതി ശ്രീരാമചന്ദ്രകീ ജയ് എന്ന്. വിമാനം മെല്ലെ ഇറങ്ങി. അപ്പോഴേക്കും ഭരതശത്രുഘ്നന്മാർ എത്തി.
രാമൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചപ്പോൾ രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് രാമൻ രണ്ടു ഭാഗത്തുമായി അവരെ ചേർത്ത് പിടിച്ചു. രാമനയനങ്ങൾ സജലങ്ങളായി. രാമസോദരന്മാരുടെ സ്നേഹത്തിൻ്റെ കണ്ണീർ പ്രവാഹം, ഗംഗാപ്രവാഹം. രാമദർശനം കിട്ടി അയോധ്യ നിവാസികൾ ആനന്ദത്തിൻ്റെ അലയാഴിയിൽ അവർ മുങ്ങിപ്പൊങ്ങാൻ തുടങ്ങി. രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം അന്തഃപുരത്തിലേക്ക് കയറാൻ തുടങ്ങുന്നു. അകത്ത് സഭാമധ്യത്തിൽ ആരോരുമില്ലാതിരിക്കുന്ന ദശരഥൻ്റെ സിംഹാസനം കണ്ട് ഒരു നിമിഷം നിന്നു. പിതൃസ്മരണ ഉണർന്നു. മനസ്സുകൊണ്ട് 3 പേരും ആ പാദങ്ങളിൽ നമസ്കരിച്ചു. പിന്നെ അമ്മമാരുടെ അടുത്ത് പോയി അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഈ സമയത്ത് സുഗ്രീവനുമായി ഭരതൻ സംസാരിക്കുന്നു. ദശരഥന് ഇതുവരെ 4 പുത്രന്മാരേ ഉള്ളൂ. ഇപ്പോൾ ഇതാ അച്ഛൻ്റെ 5ാമത്തെ പുത്രനാണ് അങ്ങ് എന്ന് പറഞ്ഞ് വീണ്ടും ഗാഠഗാഠം പുണർന്നപ്പോൾ അവാച്യമായ അനുഭൂതി കൊണ്ട് വാനരശ്രേഷ്ഠനായ സുഗ്രീവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. രാമൻ അടുത്തെത്തിയതും ആ ശിരസിൽ കിരീടം പോലെ എടുത്തുവെച്ചിരുന്ന പാദുകങ്ങൾ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിലേക്ക് ചേർത്ത് വെച്ചു. ശ്രീരാമൻ്റെ ആജ്ഞപ്രകാരം പുഷ്പക വിമാനം അളകാപുരിയിലേക്ക് തിരിച്ചുപോയി. ഇതുവരെ പാരായണം ചെയ്യാം. അയോധ്യാപ്രവേശം. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളുന്ന നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലായിടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയുമുണ്ടാക്കണം. സൂത വൈതാളിക വന്ദിസ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. പാദ്യാദികളും ഒരുക്കണമേവരും. രാജതാരങ്ങളും അമാത്യ ജനങ്ങളും വാജി ഗജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരേണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറുകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കുകയും വേണം. പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങളാൽ ആബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന് വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000, തേരുമവണ്ണം 10,000 100,000 തുരകങ്ങളുമുണ്ട്. 500,000 കാലാൾപ്പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാർ. പാതുകാമൂർധനി വെച്ച് ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദരവും ഉൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാപമാം പുഷ്കരമന്നേരം കാണായി ചമഞ്ഞതു ദൂരെ മനോഹരം. പൗരജനാദികളോട് കുതൂഹലൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവൻ നക്തഞ്ചരാധിപ മുഖ്യമായുള്ള ഒരു സൈന്യസമന്വിതം. കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘന അഭ്രദേശത്തോളം ഉൽപ്പതിച്ചു. ബലാൽ ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതനും മേരുമഹാഗിരി മൂർധനി ശോഭയാ സൂര്യനെ കണ്ടപോലെ വണങ്ങേടിനാൻ. ചിൽ പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും. അന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനും ഉത്സംഗസീംനി ചേർത്തിയിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടുന്ന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുതാരയാ സോദര മൂർധനി വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്തിയാ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിയിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനോടും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അംഗദൻ ജാമ്പവാൻ നീലനും ഉഗ്രനാ മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദതിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേദദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി. മറ്റുമേവം കവിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു. മാരുതി വാചാം ഭരതകുമാരനും പൂരുഷവേഷം ധരിച്ചാർ കവികളും.
പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവർകളും. സുഗ്രീവനെ കനിവോട് പുണർന്നതാ ഗദ്ഗതവാച പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. 4 സുതന്മാർ ദശരഥഭൂപന് ഇക്കാല 5-മനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായി കൗസല്യതൻ പദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേകിയാകിയ മാതൃജനത്തെയും കാകുൽസ്ഥനാശു സുമിത്ര പാദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചു വരുമണച്ചു തഴുകിനാൻ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ. ഉൾക്കാമ്പഴിഞ്ഞ് പുണർന്നാരവർകളും. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ട് പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതിയിടിനാൻ. അഗ്രേ വിനീതനായി നിന്നിതു താരയും. ഭക്തിപരവശനായ ഭരതനും ചിത്തമൊഴിഞ്ഞ് തൽപാതുകാദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജനാൻ നിങ്ങൾ സമർപ്പിച്ചതാതരാൽ ഇന്നും അജന്മം സഫലമായി വന്നിതു. ധന്യനായേൻ അടിയനിന്നു നിർണയം വന്നു. മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിൽ നിന്ന് 10 മടങ്ങായി ഉടൻ ഉണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തുകാൺ ഊനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യം അത്ര രക്ഷിച്ചതും. ത്യാജ്യമല്ലൊട്ടും ഭവാനിൽ ഇനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിന്. മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിതേ. രാമപട്ടാഭിഷേകം. രാമനെയും ലക്ഷ്മണനെയും ജടാമുകുടങ്ങൾ മാറ്റി ഭംഗിയായി ഒരുക്കി. സൂര്യവംശതിലകം സൂര്യനെപ്പോലെ മിന്നിത്തിളങ്ങി. സീതാദേവിയെയും അണിയിച്ചൊരുക്കി. മന്ത്രി സുമന്ത്ര രാമനായി ഒരു രഥം കൊണ്ടുവന്ന് നിർത്തി. ആനപ്പുറത്തും തേരിലും കുതിരയിലും ഒക്കെയായി സുഗ്രീവൻ, ഹനുമാൻ, അംഗദൻ, വിഭീഷണൻ എന്നിവർ രാമരഥത്തിന് അകമ്പടി സേവിച്ചു. ശംഖനാദങ്ങൾ വാദ്യനാദങ്ങൾ ഒക്കെയായി. ഭരതൻ രഥത്തിൻ്റെ സാരഥ്യം സ്വയം ഏറ്റെടുത്തു. പട്ടാഭിഷേകത്തിന് പോകുന്ന സീതാരാമന്മാരുടെ രഥചക്രത്തിനൊപ്പം പ്രജകളുടെ അതിനീണ്ട നിര കൊട്ടാരത്തിലേക്ക് പ്രവഹിക്കുന്നു. രത്നഖചിതമായ സുവർണ സിംഹാസനത്തിൽ ശ്രീരാമസ്വാമി ഇരിക്കുന്നു. വാമഭാഗത്ത് സീതാദേവി. രാമനെ അയോധ്യയിലെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ മന്ത്രപൂരിതമായ സുവർണ സഹസ്ര കലശങ്ങളിലെ പുണ്യതീർത്ഥം രാമൻ്റെ ശിരസിൽ കൂടി ഒഴുകിയിറങ്ങി. വിപ്രോത്തമന്മാരുടെ കണ്ടത്തിൽ നിന്നും മംഗളസൂക്തങ്ങൾ ഉയർന്നു. ദേവസുന്ദരിമാരുടെ കയ്യിൽ നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. വാനര സമൂഹവും ഇതുകണ്ട് ആനന്ദ നൃത്തമാടി. രാമനും സീതയും ജനങ്ങൾക്ക് ധനവും ധാന്യവും വാരി കൊടുത്തു. ശ്രീരാമൻ ഹനുമാനെ ചേർത്ത് പിടിച്ചു. സീതാദേവിക്ക് അത്യമൂല്യമായ ഒരു ഹാരം ഭഗവാൻ കൊടുത്തു. എന്നിട്ട് രാമൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ഈ ഹാരം കൊടുത്തോളൂ. സീതാദേവി അത് ശ്രീ ഹനുമാൻ സ്വാമിക്ക് അണിയിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ലയോ വാനരശ്രേഷ്ഠ, എന്താണ് ഞാൻ വരന്ത് അങ്ങേക്ക് തരേണ്ടത്? ഹനുമാൻ പറഞ്ഞു, നിന്തിരുവടിയുടെ നാമവും ചാരുചരിതവും ഉള്ള നാൾ ഭൂമിയിൽ വാഴുവാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. വേറെ ഒന്നും വേണ്ട ഭഗവാനെ എന്ന് ഹനുമാൻ പറഞ്ഞു. രാമൻ്റെ കൈകൾ വെച്ച് ഹനുമാനെ അനുഗ്രഹിച്ചു. അതിനുശേഷം നിറകണ്ണോടെ ഹനുമാൻ അവിടെ നിന്ന് യാത്രയായി. അതിനുശേഷം ഗുഹനെ വിളിച്ചു. ഗുഹൻ തൊഴുകയ്യുമായി നിന്നു. പൊയ്ക്കോളൂ ശൃംഗിവേരം എന്ന സ്ഥലത്തേക്ക് ഗുഹനെയും പറഞ്ഞയച്ചു അനുഗ്രഹിച്ചിട്ട്. പിന്നെ സുഗ്രീവനെ വിളിച്ചു പറഞ്ഞു, കിഷ്കിന്ധയിൽ പോയി എൻ്റെ സ്മരണയോടെ ജീവിച്ചുകൊള്ളൂ എന്ന് അനുഗ്രഹിച്ച് യാത്രയാക്കി. അതിനുശേഷം വിഭീഷണന് അനുഗ്രഹം കൊടുത്തു. ശത്രുക്കളെ ജയിച്ച് ലങ്കയിൽ സുഖമായി വാഴുക. രാജ്യാഭിഷേകം ഇവിടെ പാരായണം ചെയ്യുന്നു. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുഖ മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നതാ. മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷനരുൾ ചെയ്താനന്തരം. ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നീട് ഞാൻ നിരീപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചുപോയി ചെന്നളക പുരിപോക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാ
ആശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയുമിരുന്നരുളിയിടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമി ദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചതു ലക്ഷ്മീപതിയായി രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാം ആത്മരാമൻ ഈശ്വരൻ, ജന്മനാശാദികളില്ലാതെ മംഗലൻ, നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ, നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ അവ്യയൻ, ചിന്മയൻ ജംഗമാജംഗ അന്തർഗതൻ, സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ, തൻ മഹാമായ സർവ്വലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ച് സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നത് കേട്ടവൾ ഇംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിൽ അതിനൊരു ഒരുക്കിയിടുമെല്ലാമെന്ന് പങ്കജലോചനാനന്യയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായ ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃദന്തകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദചേതസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണ്ണമോദം കുളിച്ച് ദിവ്യാംബരം പൂണ്ട് മാല്യാനുലേപാദലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ടനാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനർ ആരൂഢമോദ അലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിച്ചാരതി മുത. വാനര നാരീജനത്തിനും കൗസല്യ താൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൻ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ച് യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹൽസെന്തനമേറിനാൻ. സൂര്യതനേനും അംഗദവീരനും മാരുതിദാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യാലങ്കാരേണ ദിവ്യഗജ അശ്വരഥങ്ങളിലമ്മാറ് നാഥന്നകമ്പടിയായി നടന്നേടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയാം വാനര നാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ നാരദം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ. സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരൻ നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യ വ്യജനവും വീയിനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തില് ഏറിപ്പരിവാര ജനങ്ങളുമായി നടന്നേടിനാൻ. രാമനീ വണ്ണമെഴുന്നള്ളും നേരത്ത് രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാൻ. കണ്ണിനാനന്ദപൂർണം പുരുഷം പരം പുണ്യപുരുഷം ആലോക്യ നാരീജനം. ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശന്മാരായി മരുവിനാർ. മന്ദം മന്ദം ചെന്നു രാഘവവാസവ മന്ദിരതുല്യമാം താതാലയം കണ്ടു. വന്ദിച്ചകം പോക്കും മാതാവു തൻപദം വന്ദിച്ചു തന്നെ പിതൃപ്രിയമാരെയും പ്രീത്യാ. ഭരതകുമാരനോടന്നേരം ആസ്തയാ ചൊന്നാന വിളംബിതം ഭവാൻ. ഭാനുതനേനും നക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിനോരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ ഇവരെയെ നീ എന്നതു കേട്ടു ചെയ്താൻ ഭരതനും. എന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും, അഗ്രജൻ ഇപ്പോൾ അഭിഷേക കർമ്മവും മംഗലം അമ്മാറ് നീ കഴിച്ചിടണം അങ്കദനാദികളോടും യഥാവിധി. 4 സമുദ്രത്തിലും ചെന്ന് തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരിൽ പുത്രനും അങ്കദൻ താനും സുഷേനനും വൈകാതെ സ്വർണ്ണ കലശങ്ങൾ തന്നിൽ മലയജ പർണേന വായ്കെട്ടി വാരിയും പൂരിച്ചു അയച്ചോരള അവർ കൊണ്ടുവന്നേടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാതിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നന് അമാത്യൗഖവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടാൻ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിക്ഷിപ്യ. വാമദേവൻ മുനി ഗൗതമൻ വാത്മീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥയ്ക്ക് അഭിഷേകവും ചെയ്തതു. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിക്ഷിപ്യ. വാമദേവൻ മുനി ഗൗതമൻ വാത്മീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തതു.
പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അന്യോന്യ ശോഭം ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീശിനാർ. ശത്രുഘ്ന വീരൻ കുടപിടി ചീടിനാൻ, ക്ഷത്രിയ വീരർ ഉപചരിച്ചീടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നേടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ അനുകൂലനാഥനു. സർവരത്നോജ്വലമായ ഹാരം പുന ഉർവീശ്വരനു അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവയക്ഷ അപ്സരോ വൃന്ദവും ദേവദേവേശനെ ഭജിച്ചിടിനാൻ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചതെല്ലാവരും. സ്നിഗ്ധ ദുർവാദളശ്യാമളം കോമളം പത്മപത്രേക്ഷണം കോടി സൂര്യപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഭൂധരം സീതയാ വാമംഗ സംസ്ഥയാ രാജിതം രാജരാജേന്ദ്ര രഘുകുലനായകം രാജീവ ബാന്ധവ വംശസമുത്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടതം സേവ്യാമനാമയം. ഭക്തി കൈകൊണ്ടു ഉമാദേവിയോടും വന്നു ഭർഗനുമപ്പോ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമളരൂപായ തേ നമ കുണ്ടലീനാഥ തൽപ്പായ നമോ നമ കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമ വേദസ്വരൂപായ രാമായ തേ നമ വേദാന്തവേദ്യായ വിഷ്ണവേദേ നമോ വേദജ്ഞവന്ധ്യായ നിത്യായ തേ നമ. ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിബുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണരാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ. കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ ത്വൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചതു സൗഖ്യവും. അന്നന്നിവണ്ണം ഓരോ തരം ആപത്ത് വന്നാലത് തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്ന് ഉത്തമ പുരുഷ ഞാൻ പറയണമോ. എല്ലാംബവൽ കരുണാബലമെന്നീ മറ്റില്ലാലംബനം നാഥ നമസ്തുതേ. ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശരവംശ വിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യത്നഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട് അജ്ഞാനിയാകിയ രാവണരാക്ഷസൻ ത്വൽകടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചതോ ദുഃഖവും തീർന്നതോ ഞങ്ങൾക്കു ദൈവമേ. ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽ പുരുഷപ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്നോ തുഷ്ടരായി വന്നത് ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചതു ലോകത്രയത്തിങ്കൽ ഇഷ്ടിയും ഉണ്ടായത് ഇഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങളു ദിക്കായ കാരണം ദണ്ഡവും തീർന്നതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോവിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും. രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചതു പങ്ക്തി കണ്ടാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും. ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിതേ നിൻ ചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിന മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം. പന്നകതൽപേ വസിക്കുംബവൽപദം വന്ദാമഹേ വയം കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്ന്നാരതിദ്രുതം. കമ്പിതന്മാരായി ഭയം പൂണ്ടൊളിച്ചെൻ പോറ്റി രാവണനെന്ന് കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ലിനെ നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധസമൂഹം അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്ക് ചിത്തഭയം തീർത്ത കാരുണ്യവാരിതേ രക്താരവിന്ദാപൂണ്ടപവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ.
വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ട് പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്ക് ഉള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമ. ചാരുരൂപം തേടും അപ്സരസാംഗണം ചാരണന്മാർ ഉരകന്മാർ മരുത്തുക്കൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണ്ണോദ്യ മധുരപദങ്ങളാൽ തുഷ്ട്യാ കനക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും ധ്യാനിച്ചു താവത്രയും അകന്നുവാണേടിനാർ. സച്ചിൽ പരബ്രഹ്മപൂർണ്ണ ആത്മാനന്ദം അച്യുതം അദ്വയം ഏകമനാമയം ഭാവനയാ ഭഗവത് പദാംബോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദരവാനര താമസരാക്ഷ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം രാമാഭിഷേക തീർത്ഥാത്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായുധാഭുജം ചന്ദ്രിക മന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടു ആനന്ദമുൾക്കൊണ്ടിരുന്നതെല്ലാവരും. വാനരാദികൾക്ക് അനുഗ്രഹം കൊടുക്കുന്നു. വിശ്വംഭരാ പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ. സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായ ഗുഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോട് കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളാ കാലമൂഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണന്മാർക്കും കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്രമനകമനുപമം ആദിത്യപുത്രൻ നൽകിനാനാദരാ. ആതിഥേയാധിപപുത്രൻ തനയനും അംഗദദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലാവാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയും കൊടുക്കിലും പോരാവിലെ അതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തത് കൊണ്ട് വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മതാന്വിതം. കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർത്തൃമുഖാംബുജവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം മംഗലദേവതയോട് ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നത് ആര് ഉൾക്കമലത്തിൽ നിനക്ക് മനോഹരെ നൽകിയിടവന് നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലേ. എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാന് നൽകിനാൻ. ഹാരവും പൂണ്ടവിളങ്ങിനാൻ ഏറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. അഞ്ജലിയോട് തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തത് ആനന്ദപരവശനായി മധുരാക്ഷരം. മാരുതനന്ദന വേണ്ടും വരത്ത് നീ വീരാ വരിച്ചുകൊള്ളുകേതും മടിയാതെ. എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോട് അപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ, നിന്തിരുവടി തന്നെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകേ മാനസേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ടാതയാനിതേ. മുറ്റമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നത് കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ ഭക്തി കൊണ്ടേ വരു ബ്രഹ്മത്വവും സഖേ. ജാനകീദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദബാഷ്പരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാത്മയാ പാരം പണിപ്പെട്ടു. രാമപാദാബ്ജവും ചിന്തിച്ചു ചെന്നു ഹിമാലയം പൂക്കുതപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ. ഗച്ഛ സഖേ പുരം ശൃംഗിവേരം ഭവാൻ. മൽചരിത്രങ്ങളും ചിന്തിച്ചു വാഴുക നീ. ഭോഗങ്ങളെല്ലാം ഭുജിച്ച് ചിരം പുനരേകഭാവം ഭജിച്ചിടെ എന്നോട് നീ. ദിവ്യാപരാഭരണങ്ങളെല്ലാം കൊടുത്ത അവ്യാജ ഭക്തന് യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാൽ ആശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മാല്യകളഭ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളും നൽകി മന്നവൻ ഗാഠം പുണർനാദരാൽ മർക്കട നായകന്മാർക്ക് കൊടുത്തുപോയി കിഷ്കിന്ധഭൂകൻ നയിച്ചരുളിയിടിനാൻ. സുഗ്രീവനും വിയോഗന ദുഃഖം കൊണ്ട് കിഷ്കിന്ധഭൂക്കു സുഖിച്ചു മരുവിനാർ. സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു. സീതയെ കൊണ്ട് കൊടുപ്പിച്ചോരോതരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹ രാജ്യത്തിന് പോകെന്ന് പുൽകി
നൽകി കനിവോട് യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിന് വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടുപോയാരവർകളും. നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജം. മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ. ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴുക നീ, നാശം അരികളാൽ ഉണ്ടാകയില്ലതെ. എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണു പരായണനായി വിശുദ്ധാത്മന മുക്തനായി വാണിയിടുകെന്ന് നിയോഗിച്ച് മുക്താബലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാനായി ചാവിർമുത പുണർനീടിനാൻ. പിന്നെയും ചിത്തേ വിയോഗ ദുഃഖം കൊണ്ട് കണ്ണുനീർ അർത്ഥ്യർത്ഥമിറ്റിട്ട് വീണും വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൾ. നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിയിടിനാൻ. ശ്രീരാമന്റെ രാജ്യഭാരഫലം. ജാനകിദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ട് രാജഭോഗാന്വിതം അശ്വമേധാദ്യ യാഗങ്ങളും ചെയ്ത് വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈദവ്യ ദുഃഖം വനിതമാർക്കില്ലോ, ഒരു വ്യാധി ഭയം ഒരേടത്തുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ദരിദ്രിയും, ദസ്യുഭയം ഒരേടത്തുമില്ലല്ലോ. ബാലമരണ അകപ്പെടാറുമില്ല, കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും. രാജപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ, നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ, പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുമുണ്ട്, നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തരസുഖം എന്തെന്നതിൽ പരം. വൈകുണ്ഠ ഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാൻ. ഇനി രാമായണത്തിൻ്റെ ബലശ്രുതി പറഞ്ഞാണ് അധ്യാത്മരാമായണം ഇവിടെ സമർപ്പിക്കുന്നത്. ഇത് ധനധാന്യ വൃദ്ധിപ്രദമാണ്, മൈത്രീകരമാണ്, വിനാശനത്തിനും ആരോഗ്യവർദ്ധനത്തിനും നല്ലതാണ്. ഇത് ധനം ആഗ്രഹിച്ച് പഠിച്ചാൽ ധനമുണ്ടാകും, വിദ്യ ആഗ്രഹിച്ചാണെങ്കിൽ വിദ്യ ഉണ്ടാകും, സന്താനങ്ങളെ ആഗ്രഹിച്ചാണെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകും. അതുപോലെ എല്ലാ കൽമഷങ്ങളും തീർന്ന് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിക്കും എന്ന് പറഞ്ഞ് ആ കിളിമകൾ നിർത്തുന്നു. ആ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. രാമായണത്തിൻ്റെ ബലശ്രുതി. അധ്യാത്മരാമായണം ഇത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യൽ മർത്യനീജന്മന മുക്തിസിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം, ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം, ദീർഘായുരർത്ഥപ്രദം, പവിത്രം പരം, സൗഖ്യപ്രദം, സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കലും ചൊൽകലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സ്വപുത്രനെയും തഥാ. സിദ്ധിക്കുമാരി ജനങ്ങളാൽ സമ്മതം, വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്ന് നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും, അർത്ഥാർത്ഥി കേട്ടൊരു അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി, ദുഃഖിതൻ കേൾക്കൽ സുഖിയായി വരും അവൻ. വീതനിതു കേൾക്കൽ നിർഭയനായി വരും, വ്യാധിതൻ കേൾക്കൽ ആതുരനായി വരും. ഭൂതദൈവാർത്ഥമായി ഉടൻ ഉണ്ടാകും, ആദികളെല്ലാം അകന്നു പോകും നിർണയം. ദേവ പിതൃഗണ താപസ മുഖ്യന്മാർ ഏവരുമേറ്റം സാധിക്കുമത്യരം. കൽമഷമെല്ലാം അകലുമതേയല്ല, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ചാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരു ഭക്തി പൂണ്ട് അധ്യയനം ചെയ്യലും മുതാ കേൾക്കലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ. ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞ് കേട്ടു മഹാലോകരം. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം. കഴിഞ്ഞ 30 ദിവസങ്ങളായി അധ്യാത്മരാമായണം പാരായണവും അനുസ്മരിക്കാനും എന്നെ അനുഗ്രഹിച്ച ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ പ്രണാമമർപ്പിക്കുന്നു. ഈ അക്ഷരപ്പൂക്കൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്കേ ജയ്.
ദശരഥാത്മജം ദേവവന്ദിതം ത്രിദശപൂജിതം ത്രിദിവപാലകം കാമപൂജിതം കാമദായകം രാമനായകം നിത്യമാശ്രയേ രഘുകുലോത്തമം രാവണാന്തകം രവികുലോത്ഭവം രാഗനാശകം ഭക്തരക്ഷകം മുക്തിദായകം രാമനായകം നിത്യമാശ്രയേ ജാനകീപതിം കോമളാകൃതിം ധർമ്മവിഗ്രഹം സുന്ദരാനനം വനവിരാജിതം വേദവർണിതം രാമനായകം നിത്യമാശ്രയേ ഭക്തമാനസേ ദിവ്യവിഗ്രഹം ഭക്തിദായകം ഭക്തരക്ഷകം ഭരതസോദരം നിത്യഭാസുരം രാമനായകം നിത്യമാശ്രയേ ലക്ഷ്മണാഗ്രജം മൈഥിലീപതിം മുനിഗണാർച്ചിതം പുണ്യവിഗ്രഹം നരകുലോത്ഭവം നാഗപൂജിതം രാമനായകം നിത്യമാശ്രയേ കാമനാശകം ചാപദാരിണം ബാണസംയുതം സൂര്യശോഭിതം വീരസുന്ദരം ധീരമാനസം രാമനായകം നിത്യമാശ്രയേ ശ്രീപതിം ഹരിം ശ്രിതജനപ്രിയം കോസലാത്മജം പാപനാശകം കാവ്യവർണിതം സേവ്യപാദുകം രാമനായകം നിത്യമാശ്രയേ പവനജപ്രിയം പ്രണതകൽപകം പരമപാവനം രാജകീർത്തനം പരമമോഹനം രാമചിന്തനം രാമനായകം നിത്യമാശ്രയേ രാമനായകം നിത്യമാശ്രയേ ശരണമേ ഗണേ രാമ ശരണമേ ഗണേ 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 രാമ ശരണമേ ഗണേ രാമ ശരണമേ ഗണേ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാമോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ശ്രീ ആഞ്ജനേയ സ്വാമിക്കേ ജയ് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്കേ ജയ്. ജയ് ശ്രീരാം.